നമസ്തേ. ഇന്ന് നമുക്ക് ഒരു ജാതക കഥ കേൾക്കാം. ഒരു കുരങ്ങൻ അതിന് തീയുണ്ടാക്കണം തോന്നി. കാട്ടിലാണ്. അപ്പോൾ കുറേ കരിയിലകളൊക്കെ വാരിക്കൂട്ടി ഒരു മിന്നാമിനിങ്ങിനെ പിടിച്ച് അതിൻ്റെ അടിയിൽ വെച്ചു. എന്നിട്ട് ഊതി തറങ്ങി. കുറച്ച് കഴിഞ്ഞിട്ടും യാതൊരു ഫലവുമില്ല. അതങ്ങനെയാണല്ലോ. ഇത് കണ്ട് ഒരു കുരുവി കുരങ്ങൻ്റെ അടുത്തേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, അത് തീയല്ല, ഊതി കത്തിക്കാൻ പറ്റില്ല. അപ്പോൾ കുരങ്ങനെ ഇഷ്ടമായില്ല. അതൊക്കെ എനിക്കറിയാം എന്ന് മറുപടി പറഞ്ഞു. വീണ്ടും ഊതി തുടങ്ങി. കുറച്ച് നേരം ഊതി. ആ കുരങ്ങൻ്റെ കഷ്ടപ്പാട് കണ്ട് കുരുവി വീണ്ടും പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ, അത് ഊതി കത്തിക്കാൻ പറ്റുന്ന തീയല്ല, ഒരു ജീവിയാണ്. വെറുതെ ബുദ്ധിമുട്ടിയിട്ട് കാര്യമില്ല. രണ്ടാമത് പറഞ്ഞപ്പോൾ കുരങ്ങനെ അല്പം ദേഷ്യം വന്നു. ഞാൻ പറഞ്ഞില്ലേ ഉപദേശിക്കണ്ടെന്ന്. അത്യാവശ്യം കാര്യങ്ങളൊക്കെ എനിക്കറിയാം. വീണ്ടും ഊതി തുടങ്ങി. കുറച്ചു നേരം ഊതിയിട്ടും യാതൊരു പ്രയോജനമില്ല. മിന്നാമിനങ്ങ് കത്തില്ലല്ലോ. അത് മിന്നി തിളങ്ങുക മാത്രമല്ലേ ചെയ്യുള്ളൂ. കുരുവിക്ക് ക്ഷമ കെട്ടു. വീണ്ടും കുരങ്ങനെ ഉപദേശിച്ചു, ഇങ്ങനെ മണ്ടത്തരം കാണിക്കാതിരിക്കൂ. അത് തീയല്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ, ഒരു ജീവിയാണ് മിന്നാമിനുങ്ങ്. അത് വെറുതെ പ്രകാശിക്കുള്ളൂ, ഊതി കത്തിക്കാൻ സാധിക്കില്ല. മൂന്നാമത്തെ തവണ പറഞ്ഞപ്പോൾ കുരങ്ങന് ദേഷ്യം വന്നു. കുരങ്ങൻ വേഗം ആ കുരുവിയോട് പിടിച്ചു. എന്നിട്ട് നിലത്തൊരടി. അതോടുകൂടി കുരുവിയുടെ കഥ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ എല്ലാവർക്കും ഉപദേശം കൊടുക്കരുത്. അഭിമാനികളായിട്ടുള്ളവർ, ഉപദേശം കേൾക്കാൻ തയ്യാറല്ലാത്തവർ, അങ്ങനെയുള്ളവരെ ഉപദേശിച്ചിട്ട് കാര്യമില്ല. ചിലപ്പോൾ ഇതുപോലെയുള്ള ദുരനുഭവങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മളെപ്പോഴും ഉപദേശം കൊടുക്കേണ്ടത് ഉപദേശം കേൾക്കാൻ തയ്യാറുള്ളവർക്ക്, അതേപോലെ തന്നെ ദുരഭിമാനമില്ലാത്തവർക്ക്. അപ്പോഴേ പ്രയോജനം ഉണ്ടാവുള്ളൂ. ഞാൻ ചില ഉപദേശങ്ങളൊക്കെ നിങ്ങൾക്ക് നൽകാറുണ്ട് ഇത് കേൾക്കുന്നവർക്ക്. നിങ്ങളാരും ഈ കുരങ്ങനെ പോലെ അല്ല എന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് ചിലതൊക്കെ പറയുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ആ കുരുവിയുടെ പോലെ ഒരു ദുരനുഭവം ഉണ്ടാവില്ല എന്നും ഉറച്ച വിശ്വാസമുണ്ട്. അതുകൊണ്ട് അഭിമാനികളല്ലാത്തവർക്ക്, ഉപദേശം കേൾക്കാൻ തയ്യാറുള്ളവർക്ക് മാത്രം ഉപദേശം നൽകുക. നമസ്കാരം. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമസ്കാരം.